+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുൻപായിട്ട് നമ്മളിപ്പോൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ മെയിൻ എക്സാമും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ മെയിൻ എക്സാമിന് മുൻപായിട്ട് നമുക്കിപ്പോൾ ഒരു മോഡൽ എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏത് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോഡൽ എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്കിപ്പോൾ എത്ര മണിക്കൂറാണ് എക്സാം വരുന്നത്, അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് ആയിരിക്കും, അതിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എക്സാം എഴുതണം, അല്ലെങ്കിൽ എത്ര മാർക്കിന് എക്സാം എഴുതണം, അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മോഡൽ എക്സാം നിർബന്ധമായിട്ടും നിങ്ങളുടെ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എഴുതുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് നമുക്കിപ്പോൾ എഴുതുമ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരു സ്ലോ ആയിരിക്കും, അതൊക്കെ നമുക്ക് സ്പീഡപ്പ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ എക്സാം കൊണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മോഡൽ എക്സാം അറ്റൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് അത് തെറ്റാണോ, അല്ലെങ്കിൽ ഇനി അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മോഡൽ എക്സാം എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇവിടെ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എക്സാമിനെങ്കിലും നിങ്ങൾ മെയിനായിട്ടും എഴുതിയതിന് ശേഷം മാത്രം മെയിൻ എക്സാമിന് വേണ്ടി പോവാം. ഓക്കെ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മോഡൽ എക്സാം നിർബന്ധമായിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്